വലിയപറമ്പ് ദ്വീപിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം അതിരൂക്ഷമായി. ഇവിടുത്തെ തീരദേശ റോഡും തെങ്ങുകളും മരങ്ങളും കടലെടുത്തു. ഓരോ മഴക്കാലത്തും ഇവിടെ കൂടുതൽ കരഭാഗം കടലെടുക്കുന്ന സ്ഥിതി തുടരുകയാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കടലേറ്റം നേരിടുന്ന 10 തീരങ്ങളുടെ ഹോട്ട്സ്പോട്ടിൽ ഇടം പിടിച്ച പ്രദേശം കൂടിയാണ് വലിയപറമ്പിലേത്. തിരയേറ്റത്തെ തുടർന്ന് നിരവധി തെങ്ങുകളാണ് വലിയപറമ്പിൻ്റെ പല ഭാഗങ്ങളിൽ കടപുഴകിയത്. ദേശവാസികൾ ഈ 3-4 കൊല്ലത്തിനുള്ളിൽ ഇപ്പം ഞാൻ താമസിക്കുന്നത് തന്നെ ഒരു 100 മീറ്റർ അകലെയാണ് കടലും ഇതുമായിട്ട്. ഇപ്പോൾ അത് അവിടെ ഒരു 10-50ഓളം തെങ്ങുകൾ പോയിട്ട് ഒരു രാത്രി കാലത്ത് ഞെട്ടുന്ന ഒരു സംഭവമാണ് എല്ലാ രാത്രിയും ഉണ്ടാകുന്നത്. ഇനിയും നിരവധി തെങ്ങുകൾ കടപുഴകൽ ഭീഷണിയിലുമാണ്. പഞ്ചായത്തിലെ മാവിലാക്കടപ്പുറം, വെളുത്തുപൊയ്യ, 12 പടന്നാക്കടപ്പുറം, വലിയപറമ്പ്, കന്നുവീട് കടപ്പുറം, ഉദിനൂർ കടപ്പുറം മേഖലകളിലാണ് രൂക്ഷമായ കടലേറ്റ ഭീഷണി തുടരുന്നത്. തീരവനം പദ്ധതിക്കും നാശം നേരിട്ടിട്ടുണ്ട്. കടൽവെള്ളം വീടുകളിലേക്കുൾപ്പെടെ ഇരച്ചെത്തുന്ന അവസ്ഥാവിശേഷമാണ്. കൂടെയുണ്ടാകുന്ന കടൽക്ഷോഭം തീരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കടുത്ത ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സ്വത്തിനും ജീവനും സംരക്ഷണമില്ലാത്തൊരു നിലയാണ് ഇന്ന് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ തീരദേശത്ത് താമസിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രധാന ആവശ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷവും അതിനപ്പുറത്തെ വർഷമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്കൊരു സ്ഥിരമായ ഒരു കടൽ ഭിത്തി നിർമ്മാണത്തിനപ്പുറത്തേക്ക് ഈ ടെട്രോപാഡ് എന്നുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അഴിമുഖം തൊട്ട് ഏഴിമല വരെ അങ്ങനെയുള്ളൊരു കൈയെന്നാണ് നമ്മൾ പറയല്, കടലിലേക്ക് കല്ലിട്ടുകൊണ്ട് തീരത്തെ സംരക്ഷിച്ച് അവിടെ പൂഴി സംഭരിക്കുന്ന ഒരു നില ഉണ്ടായാൽ ഇങ്ങനെയുള്ളൊരു കടൽക്കുത്ത് നമ്മുടെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വലിയപറമ്പ് സ്വാമിമഠത്തിന് സമീപം മുതൽ വലിയപറമ്പ് ബീച്ച് വരെ കടലേറ്റത്തെ തുടർന്ന് കമ്പിവേലികൾ ഉൾപ്പെടെ തകർന്നു. പഞ്ചായത്തിലെ PK കുഞ്ഞബ്ദുൽ ഹാജി, KP ഖാദർ എന്നിവരുടെ തെങ്ങുകളാണ് കടലാക്രമണത്തിൽ കൂടുതലും കടപുഴകിയത്. EK അമ്പുകുഞ്ഞി, KV തമ്പായി, KV തങ്കമണി എന്നിവരുടെ തെങ്ങുകളും ഏത് നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.